ഇന്ന് ഞാനിവിടെ ചെട്ടിനാട് ആപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പമല്ല, ആപ്പം. അതിനു വേണ്ടിയിട്ട് 1 കപ്പ് പുഴുക്കലരി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ചോറ് വയ്ക്കുന്ന അരിയാണ്. ഇതിലേക്ക് 1 കപ്പ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ഇനി 1 കപ്പ് പച്ചരി കൂടെ ഇട്ട് കൊടുക്കണം. ഏത് കപ്പിലാണോ എടുക്കുന്നത് അതേ കപ്പിൽ തന്നെ പുഴുക്കലരിയും പച്ചരിയും എടുക്കണം. ഇവിടെ ഞാൻ 1 കപ്പ് പുഴുക്കലരി എടുത്തിട്ടുണ്ട്. ഈ 1 കപ്പ് പച്ചരിയും എടുത്തിരിക്കുകയാണ്. ഈ പച്ചരി ഈ ബൗളിലേക്ക് ഇട്ടിട്ട് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് ഇത് 3 മണിക്കൂർ കുതിരാനായിട്ട് വെക്കാം. 3 മണിക്കൂർ കഴിഞ്ഞ് ഇത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. മറ്റൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് ഉഴുന്നെടുക്കണം. ഈ ഉഴുന്ന് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലും കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് ഇതും 3 മണിക്കൂർ കുതിരാനായിട്ട് മാറ്റി വെക്കാം. മറ്റൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഈ ഉലുവയും കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് അതും 3 മണിക്കൂർ കുതിരാനായിട്ട് മാറ്റി വെക്കണം. ഉലുവയുടെ അളവ് കൂടരുത്. കൂടിക്കഴിഞ്ഞാൽ ഈ അപ്പത്തിന് ഒരു കയ്പ് രസം ഉണ്ടാകും. നമ്മൾ അരയ്ക്കുമ്പോഴേക്ക് ഇത് 3 മണിക്കൂർ കഴിഞ്ഞ് ഇതെല്ലാം നന്നായിട്ട് വാഷ് ചെയ്ത് ഇതുപോലെ തന്നെ സെപ്പറേറ്റ് ചെയ്താണ് വെക്കുന്നത്. പച്ചരിയും പുഴുക്കലരിയും മാത്രമാണ് നമ്മൾ ഒരുമിച്ചിട്ടിരിക്കുന്നത്. ഉഴുന്ന് സെപ്പറേറ്റ് ആണ്, ഉലുവ സെപ്പറേറ്റ് ആണ്. ഇനി ഇത് 3 മണിക്കൂർ കഴിഞ്ഞ ശേഷം ഈ ഉലുവ ആദ്യം അരയ്ക്കും. ഉലുവ അരച്ച് കുറച്ച് കഴിയുമ്പോഴേക്ക് ഉഴുന്നിട്ട് അരയ്ക്കും. ഉഴുന്നും അരച്ച് അത് എടുത്ത ശേഷം നമ്മൾ അരി അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് എല്ലാം കൂട്ടിയിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു 6 മണിക്കൂർ അത് പൊങ്ങാനായിട്ട് വെക്കും. 6 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ആപ്പം ഉണ്ടാക്കുന്നത്. ഇതിവിടെ 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതെല്ലാം വാഷ് ചെയ്തെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് അരച്ചെടുക്കാം. ആദ്യം ഞാൻ ഉലുവയാണ് അരച്ചെടുക്കുന്നത്. മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇതിലേക്ക് ഈ ഉലുവ ഇട്ട് കൊടുക്കാം. ഈ ഉലുവ ഇനി ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് വെള്ളം ആയാൽ ഇത് അരഞ്ഞു കിട്ടത്തില്ല. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് അരച്ചെടുക്കേണ്ടത്. ഉലുവയുടെ അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ എടുത്തു വച്ചിരിക്കുന്ന ഉഴുന്നിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഉഴുന്നും ഉലുവയും ഇവിടെ നന്നായിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഞാനിവിടെ പൊക്കമുള്ള ഒരു പാത്രത്തിലേക്കാണ് ഇത് മാറ്റുന്നത്. കാരണം ഇത് 6 മണിക്കൂർ കഴിയുമ്പോഴേക്ക് പുളിച്ച് പൊങ്ങി വരും. അപ്പോൾ ഇത് ഓവർഫ്ലോ ചെയ്ത് കളയാതിരിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതേ ജാറിലേക്ക് തന്നെ ഈ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന അരി ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഞാനിവിടെ 2 പ്രാവശ്യമായിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. കാരണം ഒറ്റ പ്രാവശ്യമായിട്ട് ഈ ജാറിൽ അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഇതിലേക്ക് ഇനി 1/2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. വെള്ളം കൂടിപ്പോരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിവിടെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ അരി അരച്ചത് ഈ ഉലുവയും ഉഴുന്നും കൂടി അരച്ച ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാക്കിയിരിക്കുന്ന അരിയും ഇതുപോലെ ഇട്ട് അരച്ചെടുക്കാം. രണ്ടാമതിട്ട അരിയും ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അതും ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് എല്ലാം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്താലും മതി. ഇത് ഒരുപാട് കട്ടിയാകാൻ പാടില്ല. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഈ ദോശയുടെ പരുവല്ലേ, പിന്നെ അപ്പം ഉണ്ടാക്കുന്ന ആ ഒരു മാവിൻ്റെ സ്ട്രക്ചറിലെ അതുപോലെ അതിൻ്റെ കണക്കിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് വേണം ഇത് പൊങ്ങാനായിട്ട് വെക്കേണ്ടത്. നമ്മൾ ആട്ടിയെടുക്കുമ്പോൾ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആട്ടിയെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് ഇത് കറക്റ്റ് പാകത്തിനാക്കുന്നത്. ഞാൻ ഈ അരച്ച മിക്സിയുടെ ജാറിലേക്ക് ഏകദേശം ഒരു 3/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്ട്രക്ചറിലാണ് ഇതിരിക്കേണ്ടത്. നമ്മളിത് ചട്ടിയിലേക്ക് കോരി ഒഴിച്ചാൽ
അത് മാവ് ചുറ്റിച്ചെടുക്കാൻ പറ്റുന്ന ആ ഒരു സ്ട്രക്ചറിൽ വേണം ഈ മാവ് ഇരിക്കേണ്ടത്. ഒരുപാട് വെള്ളമായി പോരുത്. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ ഇത് ശരിയാകത്തില്ല. അതുപോലെ തന്നെ ഒരുപാട് കട്ടിയായാലും ഈ ആപ്പം ശരിയാകത്തില്ല. കറക്റ്റ് സ്ട്രക്ചർ ആണെങ്കിൽ മാത്രമേ ആ ഒരു പരുവത്തിന് നമുക്ക് കിട്ടത്തുള്ളൂ. ഇതിൽ ഞാൻ ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ഇതിനി 6 മണിക്കൂർ കഴിഞ്ഞ് പൊങ്ങി ആ സമയത്ത് പൊങ്ങി വന്ന ശേഷം മാത്രമേ ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർക്കത്തുള്ളൂ. ഇനി ഈ പാത്രം അടച്ചിട്ട് 6 മണിക്കൂർ ഇത് മാറ്റി വെക്കാം. ഇതിവിടെ 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടപ്പ് മാറ്റിയിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ, നല്ലൊരു കൺസിസ്റ്റൻസിയിൽ ഇത് വന്നിട്ടുണ്ട്. ഇനി ഇതുവരെ നമ്മൾ ഇതിലേക്ക് ഉപ്പിട്ടിട്ടില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഉപ്പിടാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് കലക്കിയിട്ട് ഈ ഉപ്പ് വെള്ളമാണ് നമ്മൾ ഈ മാവിലേക്ക് ഒഴിക്കുന്നത്. നമ്മൾ ഡയറക്റ്റ് ഉപ്പിട്ട് കഴിഞ്ഞാൽ അത് ഉപ്പ് അവിടെ ഈ മാവിൽ കട്ട കെട്ടി കിടക്കും. അങ്ങനെ കട്ട കെട്ടി കിടക്കാതിരിക്കാനാണ് നമ്മൾ ഉപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുന്നത്. ഉപ്പ് ഇതിൽ നന്നായിട്ട് അലിഞ്ഞു ചേരുമ്പോഴേക്ക് കുറേശ്ശെ ഉപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇളക്കിയിട്ട് നോക്കണം. ഒരുമിച്ചെടുത്ത് ഒഴിച്ച് കളയരുത്. ഒരുമിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ ഉപ്പിൻ്റെ അളവ് കൂടിപ്പോവും. ഈ ഉപ്പ് വെള്ളം ഇതിലേക്ക് കുറച്ചൊഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടി ഉപ്പ് വേണം. പാകത്തിനുള്ള ഉപ്പായിട്ടുണ്ട്. ഇനി ഇത് ചുട്ടെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അപ്പത്തിൻ്റെ ഇരുമ്പ് ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് തുടച്ചെടുക്കാം. കാരണം ഇത് ഇരുമ്പ് ചട്ടി ആയതുകൊണ്ട് അപ്പം ഇളകി കിട്ടാൻ പ്രയാസം വരും. അതുകൊണ്ടാണ് ഒരു 2 ഡ്രോപ്പ് നല്ലെണ്ണ ഒഴിക്കുന്നത്. നല്ലതുപോലെ ഒന്ന് തുടച്ചു കൊടുക്കാം. നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിൽ നമുക്ക് എണ്ണയുടെ ആവശ്യമില്ല. എപ്പോഴും ഇത് ഇരുമ്പ് ചട്ടിയിലൊക്കെ ഉണ്ടാക്കുന്നതാണ് നല്ലത്. ചട്ടി ചൂടാകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഓവർ ഹീറ്റ് ആവാൻ പാടില്ല. ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ മാവ് നമ്മൾ ഒഴിക്കുമ്പോഴേക്ക് ശരിക്കും അത് ചുറ്റിച്ചെടുക്കാൻ പറ്റത്തില്ല, കട്ട കെട്ടി കിടക്കും. ഒരു മീഡിയം ഹീറ്റിൽ വേണം നമ്മൾ ആപ്പത്തിൻ്റെ മാവ് ഇതിലേക്ക് ഒഴിക്കേണ്ടത്. ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി മാവ് ഇതിലേക്ക് കോരി ഒഴിച്ചിട്ട് ചുറ്റിച്ചു കൊടുക്കാം. കണ്ടോ, ഇതുപോലെ കുഴി ഉണ്ടാവണം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇതിവിടെ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടപ്പൊന്ന് മാറ്റി നോക്കാം. കണ്ടോ, അപ്പം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, അപ്പം ഇവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നടുക്കൊക്കെ നല്ല പാകത്തിനുള്ള വേഗമായിട്ടുണ്ട്. ഈ ഇരുമ്പ് ചട്ടിയിലേക്ക് ഓരോ പ്രാവശ്യവും ഓരോ ഡ്രോപ്പ് നല്ലെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് തുടച്ചു കൊടുക്കണം. ഇതിവിടെ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റി നോക്കാം. ആപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് ചട്ടിയിൽ നിന്ന് മാറ്റാം. ബാക്കിയിരിക്കുന്ന മാവ് നമുക്കിതുപോലെ കോരി ഒഴിച്ച് ആപ്പം ചുട്ടെടുക്കാം. ചെട്ടിനാട് ആപ്പം ഇവിടെ തയ്യാറായി. ഇതിൽ നമ്മൾ തേങ്ങയോ തേങ്ങാപ്പാലോ ചേർക്കാറില്ല. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.